ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്ത് ഇന്നോട്ട് നമ്മൾ എസ്റ്റിമാക്സ് വെച്ചിട്ടുള്ള എസ്റ്റിമേഷന്റെ പ്രൊസീജിയർ ആണ് നോക്കുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എസ്റ്റിമേഷന്റെ തിയറി സൈഡ് റിക്വസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നേരെ എസ്റ്റിമാക്സിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നില്ലെങ്കിൽ ഒരു 1 മിനിറ്റിനുള്ളിൽ പറയണം. ഇന്നലെ ഞാൻ പറഞ്ഞു ഓട്ടോക്യാഡിൽ വരയ്ക്കുമ്പോൾ ലെയേഴ്സിലാണ് വരയ്ക്കേണ്ടത്. കുറച്ച് ലെയേഴ്സ് ഉണ്ട്, അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. സോ ഇന്ന് പറഞ്ഞു തരുന്നത് ലെയേഴ്സിനെ കുറിച്ചാണ്. എസ്റ്റിമാക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ലെയേഴ്സിനെ കുറിച്ചും. ഇതിന്റെ ലിസ്റ്റ് ഒക്കെ ഞാൻ പറയാം. ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ യൂസ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ഈ ലെയേഴ്സിന് ലിസ്റ്റിൽ വരുമ്പോൾ മേലും താഴ്ത്തവരെല്ലാം പറഞ്ഞു പോവുക. 0 ലെയർ ഉണ്ട്, അത് ബൈ ഡിഫോൾട്ട് എല്ലാ ഓട്ടോക്യാഡ് ഫയലിലും വരുന്നതാണ്. ആന്റി സ്കിഡ്, അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലെയേഴ്സ് എന്ന് പറയുന്നത് വാൾ ലെയറും അതുപോലെ തന്നെ നെക്സ്റ്റ് വരാൻ നിങ്ങൾക്ക് കോളംസും ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് BC ലേഔട്ടിന്റെ ലെയേഴ്സ് വരാം. സോ ഇനീഷ്യലി നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ബാക്കി എല്ലാ ലെയറും ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ വരച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാവുക വാൾസ് ആയിരിക്കും. ഈ വാൾസിന്റെ ലെയറിൽ ആവശ്യമുള്ള പോർഷൻസ് ട്രിം ചെയ്ത് വെക്കുക. അതായത് 2 വാൾസ് വരുമ്പോൾ അതിന്റെ ജംഗ്ഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്നതാണ്. അല്ലെങ്കിൽ പ്രോപ്പർ ഫില്ലറ്റ് ചെയ്ത് വെക്കുക. എല്ലായിടത്തും ഫില്ലറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സെൻട്രൽ ലൈൻ വരയ്ക്കുമോ എന്ന് ചോദിച്ചാൽ, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എസ്റ്റിമാക്സ് വർക്ക് ചെയ്യുന്ന സെൻട്രൽ ലൈൻ തിയറി വെച്ചിട്ടാണ്. സോ എല്ലായിടത്തും നമുക്ക് സെൻട്രൽ ലൈൻ വരയ്ക്കണം എന്നതാണ് ഉദ്ദേശം. ഓട്ടോക്യാഡിൽ ഒരു ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു ലെയറിലാക്കി വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിമാക്സ് അത് സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിക് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് 2 ലൈൻസ് നോക്കും സോഫ്റ്റ്വെയർ. ആ ലൈനിന്റെ നടുക്കിൽ കൂടി ഒരു ലൈൻ വരയ്ക്കും. അങ്ങനെ സെൻട്രൽ ലൈൻസ് വരച്ച് പോയിട്ട് അതിന്റെ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. സോ ഒരു പുതിയ ലെയർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ലെയറിലായിരിക്കും അത് വരച്ചു പോകുന്നത്. അപ്പൊ ആ ലെയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ലൈൻസും കറക്റ്റ് ആയിട്ട് സെന്ററിൽ കൂടി വരയ്ക്കുക എന്നതാണ് നമുക്ക് റിക്വയർമെന്റ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ഈ വാൾസ് എല്ലാം പാരലൽ ലൈൻസ് ആയിരിക്കണം. ഇതെല്ലാം ലൈൻ ആയിട്ട് തന്നെ വരയ്ക്കണം. പോളിലൈൻ ആയിട്ടല്ല, ലൈൻ ആയിട്ടായിരിക്കണം. റെക്ടാംഗിൾസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വരച്ചേക്കുന്നത്. അത് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ട്രിം ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുക. ഈ ഗ്യാപ്പ് കാണുന്നതൊക്കെ ഓരോ ജോയിനറിക്ക് വേണ്ടി വിട്ടേക്കുക. സോ ജോയിനറി കാണിക്കുന്ന അവിടെയൊന്നും നിങ്ങൾ ജോയിനറി വരയ്ക്കണ്ട, ജസ്റ്റ് അതിന്റെ ഗ്യാപ്പ് ഇട്ട് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക് വാൾ ലേഔട്ട് കഴിഞ്ഞു. സോ നിങ്ങളുടെ പ്ലാൻ എന്തായാലും അതിന് ഇത്രയും മാത്രം നിങ്ങൾ വാളിന്റെ കേസിൽ വരച്ചാൽ മതി. ജംഗ്ഷൻസ് വരുമ്പോൾ ഇതിന് രണ്ടിനും നടുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ എന്തായാലും കൺഫ്യൂഷൻ വരത്തില്ല, നേരെ നടുക്ക് വരച്ചോളൂ. അതുപോലെ ഇതിന്റെ നടുക്ക്. അങ്ങനെ സോഫ്റ്റ്വെയറിന് കൺഫ്യൂസിങ് അല്ലാത്ത രീതിയിൽ ഇത് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരാം. ഇനി ഇത് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജോയിനറീസ് വരും. അപ്പൊ നിങ്ങൾക്ക് ഡോർസ് വിൻഡോസ് അത് നിങ്ങൾ വരച്ചില്ലേലും എനിക്ക് വിരോധമില്ല. അതിന്റെ സ്ഥാനത്ത് ഒരു റെക്ടാങ്കിൾ വരച്ചിടാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ സമയം പോലെ. ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അതിന് വരയ്ക്കാൻ സമയം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിന്റെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉണ്ടാവുക ടെക്സ്റ്റ് ആണ്. ഈ റൂംസിന്റെ പേരൊന്നും എഴുതിയില്ലേലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ അതിന്റെ പേര് മാത്രം ഒന്ന് എഴുതിയിടുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് കോളം ബീം ലേഔട്ടാണ്. സോ കോളത്തിന്റെ പൊസിഷൻ ആണ് ആദ്യം ഫൈനലൈസ് ചെയ്യേണ്ടത്. ഏതൊക്കെ പൊസിഷനിൽ കൂടി നിങ്ങൾക്ക് കോളം കൊടുക്കണമെന്ന് റഫ് ആയിട്ടൊന്ന് ഇട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ ബീംസ് വരയ്ക്കാൻ തുടങ്ങും. ബീംസ് വരയ്ക്കുമ്പോൾ BC ലേഔട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിനനുസരിച്ച് തന്നെ ചെയ്തു കൊടുക്കുക. ഇതിനകത്ത് ഞാൻ C ബീം, ഇന്നർ ബീം, അതുപോലെ തന്നെ ഔട്ടർ ബീം, ഔട്ടർ C ബീം, പ്ലിന്ത് ബീം, ഇങ്ങനെ ഒരു 4-5 കാറ്റഗറി വരച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്നാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് കമ്പൽസറി ആയിട്ടും ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്ന ടെംപ്ലേറ്റ് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യും ഏതൊക്കെ ലെയറിൽ ബീം വരയ്ക്കണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ടെംപ്ലേറ്റിന്റെ അകത്ത് കുറച്ച് ഇക്വേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാനും പോകുന്ന ടെംപ്ലേറ്റിന്റെ അകത്ത് ഈ ബീമിന് പ്ലാസ്റ്ററിങ് കൊടുക്കും.
കമ്പൽസറി അല്ല. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു RCC സ്ട്രക്ചർ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് നമ്മളുടെ ശരിക്കും സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് അനുസരിച്ച് പറയുന്നത്. പക്ഷേ ചില സൈറ്റുകളിൽ ഫിനിഷസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷട്ടറിങ് സ്മൂത്ത് അല്ലെങ്കിൽ ഒരു റഫ് ആൻഡ് പാറ്റേൺ ഫോം ചെയ്യുക. അത് ബിൽഡിങ്ങിന്റെ എസ്തറ്റിക്സിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് പ്ലാസ്റ്ററിങ്, ഭയങ്കര കനം കുറച്ചൊരു പ്ലാസ്റ്ററിങ് അതിന്റെ മേലിൽ കൂടി ചെയ്യാറുണ്ട്. ചില ആൾക്കാർ വാളിന് കൊടുക്കുന്ന പ്ലാസ്റ്ററിങ് അത് മേലും കൂടി കൊടുത്ത് ഫ്ലഷ് ചെയ്ത് വെക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബീംസിനെ 3 കാറ്റഗറി ആയിട്ട് മാറ്റേണ്ടി വരും. അതായത് ഇൻസൈഡ് ബീംസ്, ഇന്നർ ബീംസ്. ഈ ബീമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്സൈഡും ഇൻസൈഡും ഇന്നർ പ്ലാസ്റ്ററിങ് കൊടുക്കുന്നത്. നമ്മൾ പ്ലാസ്റ്ററിങ്ങിനെ 2 കാറ്റഗറി ആയിട്ട് മാറ്റുവാണ്. അതിന്റെ റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇൻസൈഡ് ഫിനിഷേഴ്സിന് റേറ്റ് താരതമ്യേന കുറവേ വരത്തുള്ളൂ. അതിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ പ്രൊപ്പോർഷനും സിമെന്റ് ആൻഡ് അഗ്രിഗേറ്റ് പ്രൊപ്പോർഷൻ ഡിഫറെന്റ് ആണ്. എക്സ്റ്റേണലിൽ വരുമ്പോൾ നമുക്ക് സിമെന്റ് കണ്ടന്റ് കൂടുതൽ ഉപയോഗിക്കും, അതിന് കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടി. സോ ഇൻസൈഡ് ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങും പെയിന്റിങ്ങും ഒക്കെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ ക്വാണ്ടിറ്റി സെപ്പറേറ്റ് ആ വെക്കുന്നത്. ബീമില് ഈ പ്ലാസ്റ്ററിങ്ങും പെയിന്റിങ്ങും അപ്ലൈ ആയി വരുമ്പോൾ എക്സ്റ്റേണലിന് വേറെ ക്വാണ്ടിറ്റി, ഇന്റേണലിന് വേറെ ക്വാണ്ടിറ്റി എടുക്കണം. സോ ഈ എക്സ്റ്റേണൽ വരുന്ന ബീംസിന് എന്താ പ്രത്യേകത? ഈ ഉള്ളിൽ വരുന്ന സൈഡില് നമുക്ക് ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങും ആയിരിക്കും, പുറത്ത് വരുന്ന സൈഡിൽ ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങും ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ രണ്ടുമായിട്ട് എടുക്കേണ്ടി വരും. ഈ സെൻട്രൽ ലൈൻ ലെങ്ത് എടുത്തിട്ട് ഔട്ടറിന്റെ ഇൻസൈഡിനെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത കേസ് ഇൻസൈഡ് ആണ് വരുന്നതെങ്കിൽ 2 വശത്തും ഇൻസൈഡ് പ്ലാസ്റ്ററിങ് ആ കൊടുക്കണ്ടേ. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു പുള്ളിയുണ്ട്, സി ബീം എന്ന് പറയും. സീലിംഗ് ബീം, അതിനെ ഷോർട്ടായിട്ട് നമ്മൾ ക്യൂട്ടായിട്ട് വിളിക്കുന്നതാണ് സി ബീം. ഈ സീലിംഗ് ബീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മുറിക്കകത്ത് നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ബീം, അതായത് 3 വശവും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ബീമാണ് സീം ബീം. യൂഷ്വലി നമുക്ക് ഇപ്പൊ വലിയ ഹാളുകളിൽ നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ കണ്ടിട്ടുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ പ്രേയർ ഹാൾസ്, കോൺഫറൻസ് ഹാൾസിലൊക്കെ ബീംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതേസമയം റൂംസിലൊക്കെ അത് ഫ്ലഷ് ചെയ്ത് വാളിലേക്ക് നമ്മൾ പാരലാക്കി വെക്കും, പുറത്ത് പ്രൊജക്ഷൻസ് കാണാതിരിക്കാൻ, അത് ഭംഗി കുറവായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും. അങ്ങനെ ഫ്ലഷ് ചെയ്ത് വെക്കാത്ത എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബീംസിനെയാണ് നമ്മൾ സീലിംഗ് ബീംസ് എന്ന് പറയുന്നത്. അതിന് ഷോർട്ടായിട്ട് ക്യൂട്ടായിട്ട് നമ്മൾ സി ബീംസ് എന്ന് വിളിക്കും. ഓക്കെ, അതിന് ഈ മഞ്ഞ കളറിൽ കാണിച്ചേക്കുന്നത്. ഇതിനെങ്ങനെയാ? 2 ഫേസിലും ബോട്ടത്തിലും പ്ലാസ്റ്ററിങ് കൊടുക്കണം. ഇന്നർ ബീമിൽ വരുമ്പോഴത്തേക്കും ബോട്ടത്തിൽ പ്ലാസ്റ്ററിങ് വരുന്നില്ല, കാരണം അവിടെ ബ്രിക്ക് ഉണ്ടാവും. ഔട്ടർ ബീംസ് വരുമ്പോഴും ഇതിന്റെ ബോട്ടത്തിൽ പ്ലാസ്റ്ററിങ് വരത്തില്ല, വാൾ ഉണ്ടാവും. ഇനി ഔട്ടർ ബീമിൽ തന്നെ ഈ ബോട്ടം പ്ലാസ്റ്ററിങ് വേണ്ട കേസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർക്കിംഗ് ലോട്ട്സിലെ ബീം, അത് എക്സ്പോസ്ഡ് ബീംസ് ആണ്, ഔട്ടർ പ്ലാസ്റ്ററിങ് കൊടുക്കണം, പക്ഷെ അതിന്റെ 3 ഫേസും എക്സ്പോസ്ഡ് ആകും, 3 ഫേസിലും പ്ലാസ്റ്ററിങ് കൊടുക്കണം. അതിനെയാണ് ഔട്ടർ സി ബീമിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ നിങ്ങളെ ഇനി യൂസ് ചെയ്യിപ്പിക്കാൻ പോകുന്ന ടെംപ്ലേറ്റിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നോർമലി എസ്റ്റമാക്സ് യൂസ് ചെയ്യാൻ ഈ ഒരു കാറ്റഗറൈസിങ്ങും വേണ്ട. നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിന്റെ ബീം എന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഒറ്റ ഇതിൽ ലെയറിലിട്ട് വെച്ചാലും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കിട്ടും. പക്ഷെ അപ്പൊ പ്ലാസ്റ്ററിങ്ങില് ഇങ്ങനെയുള്ള വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഈ പ്ലാസ്റ്ററിങ്ങിന്റെ ടൈപ്പ്, റേറ്റ് മാറ്റം അനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസ് അതിലേക്ക് വരില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മളെ റേറ്റ് വൈസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് ആക്യുറസി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ ബീംസിനൊക്കെ ഏത് ഡെപ്ത് വേണേലും ആകാം. വിട്ട് നമ്മൾ ഈ ഡ്രോയിങ്ങിൽ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ 20 സെന്റിമീറ്റർ ആണ് വിട്ടെങ്കിൽ 20 സെന്റിമീറ്റർ, 30 ആണെങ്കിൽ 30, 25 ആണെങ്കിൽ 25, 40 ആണെങ്കിൽ എന്താണോ കറക്റ്റ് വിട്ട് അത് ഇതിൽ വരച്ചിരിക്കണം. നിങ്ങൾ അതിപ്പോ വാളായിട്ട് എങ്ങനെയാണ് ഫ്ലഷ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ ഒരു ഫേസ് പാരലായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ഫേസ് പാരലായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇൻസൈഡ് ആണ് പാരലായി വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ അല്ല സെൻട്രൽ ലൈൻ ആണ് നിങ്ങൾ ഒരുമിച്ച് വെക്കാൻ നോക്കുന്നെങ്കിൽ അങ്ങനെ. യൂഷ്വലി നമ്മൾ സെൻട്രൽ ലൈൻ വെക്കുന്നത് സെയിം വാളിനും ബീമിനും ഒരേ തിക്നെസ് ആണെങ്കിൽ മാത്രമേ വെക്കാറുള്ളൂ. ഇല്ലെങ്കിൽ പുറത്ത് കണ്ട വൃത്തികേടില്ലാത്തത് ഏത് വാളിനാണോ ആ വാളിലേക്ക് ചേർത്ത് വെക്കും. ഓക്കെ, യൂഷ്വലി നമ്മൾ ടോയ്ലറ്റ് ആണ് അതിന് ഇരയാവുന്ന ആള്, കാരണം ടോയ്ലറ്റിൽ ആരും ചെന്നിട്ട് മേലോട്ട് നോക്കാറില്ല. പക്ഷെ ബെഡ്റൂമിൽ നേരെ ചെന്ന് നോക്കുന്നത് മേളിൽ എന്താണ്, സീലിംഗ് എന്താ ചെയ്തേക്കുന്നതെന്നാണ്. സോ അവിടെ ഫോൾ സീലിംഗ് ചെയ്യുന്നില്ല, ഈ ബീം എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ഭംഗി കുറവാണെങ്കിൽ യൂഷ്വലി ബെഡ്റൂമിൽ നിന്ന് ഈ വോള് തള്ളിയിരിക്കുന്നതൊക്കെ, ബീം തള്ളിയിരിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കും. മാക്സിമം ക്ലയൻസ് അങ്ങനെ ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബീംസിന്റെ 3 ലെയർ ഈ ഒരു പ്ലാനിൽ വരും, BC ലേഔട്ടിൽ വരും 4 ലെയർ. പിന്നെ പ്ലിന്തിൽ വരുന്ന എല്ലാത്തിനും പ്ലാസ്റ്ററിങ് ഇല്ല, കാര്യം പ്ലിന്ത് ബീം
ഫുള്ളി RCC പക്ക വിത്തൗട്ട് എനി പോറസ് ഫേസ്, അല്ലെങ്കിൽ ഒട്ടും വെള്ളം അകത്ത് കിടക്കാതെ അത്രയും ഫിനിഷിൽ കാസ്റ്റ് ചെയ്യണം എന്നാണ് റൂള്. അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാലക്രമേണ ഇരുമ്പൊക്കെ തുരുമ്പാകും, വീടിന്റെ പ്ലിന്ത് ബീം അങ്ങ് ഫെയിൽ ആവും. അപ്പൊ അതുകൊണ്ട് പ്ലിന്തിൽ വരുന്നതിന് പ്ലാസ്റ്ററിങ് നോട്ട് അലൗഡ്. അതിന് പ്ലാസ്റ്ററിങ് ഇല്ലാണ്ട് തന്നെ ആ ഫിനിഷ് വേണം എന്നാണ് റിക്വയർമെന്റ്. അതുകൊണ്ട് പ്ലിന്ത് ബീമിന് നമുക്ക് ഈ ഡെക്കറേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് എല്ലാത്തിനെയും കൊണ്ട് പിടിച്ചിട്ട് പ്ലിന്ത് ബീമിന് പേരിട്ട് വെക്കും. നെക്സ്റ്റ് കാര്യം, ഈ ലെയർ നെയിംസ് നിങ്ങൾ ഇതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇത് കമ്പൽസറി അല്ല എന്ന് ഒന്നും കൂടി ഞാൻ പറയും. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാനിപ്പോൾ ടെംപ്ലേറ്റ് തരും ഈ ക്ലാസ് കഴിയുമ്പോൾ, ആ ടെംപ്ലേറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്റ്റമാക്സിൽ എന്ത് ചേഞ്ചസ് വരുത്തുമ്പോഴും ഈ ലെയേഴ്സിന്റെ പേരൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ബട്ട് ആസ് ഓഫ് നൗ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഓരോ ലെയേഴ്സിന് പക്ക പേര് പറഞ്ഞു തരുവാണ്. ഇത് കഴിയുമ്പോൾ ഈ ലെയേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചൊന്ന് പഠിച്ച് അത് യൂസ് ചെയ്ത് ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫുള്ള് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ബീം ലെയേഴ്സ് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് അടുത്ത ആള് ആരാണെന്ന് നോക്കാം. അപ്പൊ ബീം കഴിഞ്ഞു, കോളം വന്നു. ഇനി ഇതിനകത്ത് കുറച്ച് യൂട്ടിലിറ്റീസ് എന്ന് പറയും. അതായത് നമുക്ക് ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ കാണിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവൂ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു സാധനം, അതിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എസ്റ്റമാക്സിലുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പൊ നമ്മൾ അതിനകത്ത് 3 സ്കാൻ ഉണ്ടെന്നില്ല പഠിച്ചു, അതായത് സ്ലാബ്, ആർക്കിടെക്ചർ, സ്ട്രക്ചർ. ഈ 3 സ്കാനിൽ നിന്നും ക്വാണ്ടിറ്റി കിട്ടില്ലാത്തൊരു സാധനം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിച്ചണിന്റെ സ്ലാബ്, അല്ലെങ്കിൽ കിച്ചണിന്റെ ഡാഡോ എന്ന് പറയുന്നത് നമ്മൾ ഈ കിച്ചൺ വാളില് എണ്ണ മെഴുക്കൊക്കെ തെറിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ടൈലോ മാർബിളോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കത്തില്ലേ, അതിനെയാണ് ഡാഡോ എന്ന് പറയുന്നത്. ഇവൻ ടോയ്ലറ്റ്സിലെ വാളിൽ ഒട്ടിക്കുന്ന ടൈലിന് ഡാഡോ എന്നാ പറയുന്നത്. സോ ഡാഡോസ്, ഇപ്പൊ ടോയ്ലറ്റിൽ ചിലപ്പോൾ അത് ഒരാളുടെ ഹൈറ്റിലുള്ള ലെവലിലായിരിക്കും ഡാഡോ കൊടുക്കുന്നത്, ചിലപ്പോൾ ഫുൾ ഹൈറ്റ് കൊടുക്കും ചില ടോയ്ലറ്റ്സിൽ. കിച്ചൺസിലാണെങ്കിൽ ആ ഹൈറ്റ് വേരിയിങ് ആയിരിക്കും. ചില സ്ലാബിന് ഒരു വിൻഡോ ആണെങ്കിൽ വിൻഡോ വരെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അത് ഫുൾ ഹൈറ്റ് ആയിരിക്കും കൊടുക്കുക. അതങ്ങനെ വേരിയിങ് ആണ്. ഈ ഡാഡോ കൊടുക്കുന്നത് വേരിയിങ് ക്വാണ്ടിറ്റി ആണ്, ഒട്ടും ഫിക്സ്ഡ് അല്ല. അതുപോലെ എത്ര ലെങ്തി കൊടുക്കണം എന്നും നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ, ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. സ്കേർട്ടിങ്സ്, ടെക്സ്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ എന്തോരം കൊടുക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തതിനെ നമ്മൾ CAD യൂട്ടിലിറ്റീസ് വെച്ചിട്ടാണ് സ്കാൻ ചെയ്തെടുക്കുന്നത്. സോ നമ്മൾ ഇതിനകത്തൊരു ടൂൾ ഉണ്ട്, എടുത്ത് വെറുതെ ഇങ്ങനെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലെയറിലുള്ള ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളൈൻസിന്റെ ഫുൾ ഡാറ്റ അതിൽ നിന്ന് എടുക്കും, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ ടൂൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറേ ഇതിനകത്ത് ആൾക്കാരുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാനൊരു ഇമേജ് തന്നേക്കാം. ഈ ഇമേജ് നോക്കി പഠിച്ചാൽ മതി. ഈ ഇമേജ് കാണുന്നുണ്ടല്ലേ? കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഇതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് ആന്റി സ്കിഡ് ആണ്. അതായത് നിങ്ങൾക്ക് സ്കിഡ്, ഇപ്പൊ സാധാ ടൈലാണ് നമ്മൾ ത്രൂ ഔട്ട് കൊടുക്കുക ബിൽഡിങ്ങിൽ, അതിനകത്ത് സ്കിഡ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ടൈല്, അത് ഇത്ര റേറ്റ് വ്യത്യാസമുണ്ട്, കുറച്ച് കൂടുതലായിരിക്കും മിക്കവാറും. അങ്ങനെ വരുന്ന ടൈൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഏരിയകൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി സ്കിഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന സി ബീം, ഔട്ടർ ബീം, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, അതപ്പോ ഞാൻ അവോയ്ഡ് ചെയ്യാണ്. ഇനി വരുന്നത് കോളംസ് എല്ലാം വരയ്ക്കുമ്പോൾ പോളി ലൈൻ ആയിരിക്കണം. അതിനകത്ത് ഹാച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾ ഹാച്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ബ്ലോക്ക് അങ്ങ് എഡിറ്റ് ചെയ്ത് അതങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ബ്ലോക്ക് ആയിട്ട് ഒരിക്കലും വരയ്ക്കരുത്. അത് എക്സ്പ്ലോഡ് ചെയ്ത് പോൾ ലൈൻ ആയിട്ട് തന്നെ വെച്ചേക്കണം. ഓക്കെ, എക്സ്പ്ലോഡ് ചെയ്തെന്ന് വെച്ചാൽ പോൾ ലൈൻ എക്സ്പ്ലോഡ് ചെയ്ത് ലൈനാക്കി വെക്കണം എന്നല്ല. ഒന്നില്ലെങ്കിൽ റെക്ടാങ്കിൾ ടൂൾ വെച്ച് വരയ്ക്കുക, അല്ലെങ്കിൽ ലൈൻസ് വെച്ചാൽ വരച്ചേക്കുന്നെങ്കിൽ സെലക്ട് ചെയ്ത് ജോയിൻ എന്നൊരു കമാൻഡ് റൺ ചെയ്താൽ അത് ഒറ്റ പോളിഗനായിട്ട് കൺവേർട്ട് ആവും. അങ്ങനെയാക്കി മാറ്റുക. ഇതിനകത്ത് CAD യൂട്ടിലിറ്റീസ് എല്ലാം യൂഷ്വലി നിങ്ങൾ പോൾ ലൈനിലാണ് വരയ്ക്കേണ്ടത്, ബീംസിന് ഒഴികെ. ബീം എല്ലാം ലൈൻ ആയിരിക്കും, വാൾ എല്ലാം ലൈനിലാണ് വരയ്ക്കേണ്ടത്. ബീം ആൻഡ് വാൾ ഇത് രണ്ടും ലൈനിലാണ് വരയ്ക്കേണ്ടത്. ബാക്കി എല്ലാ CAD യൂട്ടിലിറ്റീസും നിങ്ങൾ പോളി ലൈനിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് കോളം കഴിഞ്ഞാൽ ഇന്നർ പ്ലാസ്റ്ററിങ്. ഞാൻ പറഞ്ഞു പ്ലാസ്റ്ററിങ്ങിന്റെ ഫിനിഷ് നമ്മൾ ഔട്ട്സൈഡ് ഇൻസൈഡ് വ്യത്യാസമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. ഇതിനൊരു പർട്ടിക്കുലർ ലെയർ ഉണ്ടാക്കാനുള്ള കാരണം ആക്ച്വലി ആഡ്സ്പ്രോയിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഇൻസൈഡ് ഓട്ടോമാറ്റിക് അത് കണ്ടുപിടിച്ചോളും, അതിൽ നിന്ന് ക്വാണ്ടിറ്റി എടുത്തോളും.
പക്ഷെ അത് വേണ്ട, നമ്മളൊരു ലെയർ വരച്ചു കൊടുക്കാൻ തീരുമാനിച്ച കാര്യം എന്ന് വെച്ചാല് ചില ക്ലയൻസ് വന്നിട്ട് പറയും നിങ്ങൾക്ക് ബെഡ്റൂമിന്റെ ഒരു വോളില് പ്ലാസ്റ്ററിങ് വേണ്ട, ഞങ്ങൾ നേരെ ടെക്സ്ചർ ഇടാൻ പോകുന്നതെന്ന് പറയും. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് വേറെ എടുക്കണമെങ്കിൽ നമ്മൾ മാനുവലി പോയിട്ട് അതിന് ഡിഡക്ഷൻ ഒക്കെ എടുക്കാൻ നടക്കണം. അപ്പൊ പ്രശ്നം എന്ന് വെച്ചാല് ഇത് മാനുവലി ചെയ്ത് വെക്കുമ്പോൾ ആഡ്സ് ഫ്ലോ ഫുള്ള് ഓട്ടോമേറ്റഡ് ആണ്. ഇത് മാനുവലി ചെയ്യുന്നത് ലാസ്റ്റ് എക്സലിലായിരിക്കും. ചെക്ക് ചെയ്യുന്ന ആള് ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വിട്ടുപോകും. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാതെ പോകും, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ആൾക്ക് കൺഫ്യൂഷൻ ആവും ഏത് വോളിലാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ അയാൾ ഒന്നേന്നിരുന്ന് ഫുൾ തപ്പി കണ്ടുപിടിച്ച് വരുമ്പോൾ കുറെ ടൈം വേസ്റ്റ് ആവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ലൈൻ വെച്ച് ഏതൊക്കെ വോളിന് പ്ലാസ്റ്ററിങ് കൊടുക്കണം കൊടുക്കണ്ട എന്ന് നമ്മൾ വരച്ചിടാൻ തീരുമാനിച്ചത്. അപ്പൊ ക്ലിയർ ആണ്, ഇവിടെയാണ് ഞാൻ പ്ലാസ്റ്ററിങ് കൊടുത്തേക്കുന്നത്, അപ്പൊ അതിന്റെ മാത്രം ക്വാണ്ടിറ്റി കയറി. അപ്പൊ അതിൽ തെറ്റുണ്ടെങ്കിലും ചെക്ക് ചെയ്യുന്ന ആൾക്ക് എളുപ്പം ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന ലെയേഴ്സ് ആണ് ഇതിന്റെ അകത്തുള്ള ആന്റി സ്കിഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അതിവിടെ എവിടെയൊക്കെ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ടോയ്ലറ്റ്സിലാണ് ആന്റി സ്കിഡ് കൊടുത്തേക്കുന്നത്. സോ ടോയ്ലറ്റ്സ് എവിടെ ഉണ്ടോ അവിടെയൊക്കെ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ടെറസിൽ കൊടുക്കാം, ബാൽക്കണീസിൽ കൊടുക്കാം. തെന്നി അടിച്ച് വീഴണ്ടെന്ന് താല്പര്യമുള്ള എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് അത് പിരിക്കാം. പിന്നെ ആ ടൈലിന് റഫ് സർഫസിങ് ആയിരിക്കും, സോ അത്ര ഭംഗിയായിരിക്കില്ല. നമ്മൾ ഈ ബെഡ്റൂമിലൊക്കെ കൊണ്ട് ആന്റി സ്കിഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത വരുന്നതെന്ന് വെച്ചാല് ഇതൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതിന് മുന്നുള്ള ഏതെങ്കിലും ഒക്കെ നോക്കട്ടെ. ഇന്നർ പ്ലാസ്റ്ററിങ്. ഈ ആന്റി സ്കിഡ് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഒരുമിച്ച് പറഞ്ഞുതരാം. ടോയ്ലറ്റ് ഡാഡു, അതായത് ഈ ഡോറിന്റെ പോർഷൻ ഒഴികെ ബാക്കി മൊത്തം വോളിലും ഞാൻ ഡാഡു കൊടുക്കുന്നുണ്ട് എന്ന് വരച്ച് കാണിക്കുവാണ് ടോയ്ലറ്റ് ഡാഡു. അത് പോളിലൈൻ ആണ്, ലൈൻസ് അല്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആന്റി സ്കിഡ് കൊടുത്തു, ഡാഡു കൊടുത്തു. ഇനി വാട്ടർ പ്രൂഫിംഗ് ആണ്. വാട്ടർ പ്രൂഫിംഗ് അതിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. ടോയ്ലറ്റിനകത്ത് ഈ രണ്ട് സാധനം വരും, ആന്റി സ്കിഡും ഡാഡു. അതുപോലെ കിച്ചന്റെ അകത്ത് വരുന്നതിൽ ഫിനിഷും ഡാഡും. ഇതിനകത്ത് കിച്ചൺ ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്, കിച്ചൺ ഉണ്ട്. സോ ഇതാണ് ഫിനിഷ് എന്ന് പറയുന്നത്. അതായത് കിച്ചൺ സ്ലാബ് എത്ര ഏരിയ കൊടുക്കുന്നോ അത് മൊത്തം നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ കിച്ചൺ ഫിനിഷ്. അപ്പൊ ഗ്രാനൈറ്റ് ടോപ്പിംഗ് കൊടുക്കുന്നെങ്കിൽ ആ ഫിനിഷിന്റെ റേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ടോപ്പിംഗ് ആയിട്ട് നമ്മൾ എടുക്കും. ഇനി അടുത്ത് വരുന്നത് ഇതിനകത്ത് കിച്ചൺ ഡാഡു, അതായത് എവിടെയൊക്കെ നിങ്ങൾ ഡാഡു ഒട്ടിക്കുന്നുണ്ടോ. ചില ആൾക്കാർ ഇങ്ങനെ അറ്റം വരെ ഒട്ടിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇറ്റ് വരയ്ക്കാം. ഓക്കെ, ഇനി വരുന്നത് വാഷ് ഡാഡു. ഇതിലൊന്നും പെടാത്ത ഒരാളാണ്. അതായത് നിങ്ങൾ വാഷ് ബേസിൻസ് കിച്ചന്റെ അകത്തല്ലാണ്ട് നിങ്ങളിപ്പോ ഡൈനിങ് ഏരിയയിൽ വാഷ് ബേസിൻസ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവില്ലേ. അതുപോലെ തന്നെ ഇപ്പോ ചില ആൾക്കാര് ലോണ്ടറി റൂംസ് വെക്കും, അതായത് അലക്കി വിരിക്കാനുള്ള സ്ഥലം. അപ്പൊ അവിടെയും ഡാഡൂസ് കൊടുക്കും വാൾമേല്. അത് കിച്ചന്റെയും ടോയ്ലറ്റിന്റെയും അല്ലാത്തത് കൊണ്ട് വേറെ കാറ്റഗറി ആയതുകൊണ്ട് അതിന് നമ്മൾ വാഷ് ഡാഡു കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഇവിടെ ആക്ച്വലി അവിടെ ഒരു വാഷ് ബേസിൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് വരച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഞാൻ ഇമേജ് നോക്കി വരച്ചപ്പോ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ വരച്ചുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് ഇതിനകത്ത് വാട്ടർ പ്രൂഫിങ്. പേര് പറയുന്ന പോലെ ടെറസിൽ കൊടുക്കുന്ന വാട്ടർ പ്രൂഫിങ് ടെറസ് വാട്ടർ പ്രൂഫിങ്. അപ്പൊ ടെറസിന്റെ ഏരിയ മാത്രം, അതായത് ഹെഡ് റൂം അങ്ങ് ഒഴിവാക്കിയേക്കുക. അതില്ലാണ്ട് ഒരു ക്ലോസ്ഡ് ബോൾ ലൈൻ. ഓപ്പൺ ബോൾ ലൈൻ ആണെങ്കിൽ അതിന്റെ ഏരിയ തെറ്റായിരിക്കും. ക്ലോസ്ഡ് ബോൾ ലൈൻ മാത്രമാണ് ഏരിയ കറക്റ്റ്. എങ്ങനെയാ ബോൾ ലൈൻ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ സെലക്ട് ചെയ്ത് ഇതിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബോൾ ലൈൻ ഓപ്ഷൻ എടുക്കുക, ക്ലോസ് കൊടുക്കുക. അപ്പൊ അത് ക്ലോസ്ഡ് ബോൾ ലൈൻ ആയിക്കോളൂ. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയേക്കാം. ഇനി അടുത്ത് വരുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ഒരാളാ പാരപ്പറ്റ്. പാരപ്പറ്റ് നിങ്ങൾ ബ്രിക്ക് വർക്കിലാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരപ്പറ്റിന് പ്രത്യേകം എന്തെങ്കിലും ഫിനിഷ് കൊടുക്കുന്നെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെയർ വരച്ചിട്ടേക്കുക. എത്രയും പോർഷനിൽ ഞാൻ പാരപ്പറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അത്രയും മാത്രം ഒന്ന് കാണിച്ചേക്കുക. ഇനി അടുത്ത് വരുന്നത് ഔട്ടർ പ്ലാസ്റ്റ് ലൈന്. ഔട്ടർ പ്ലാസ്റ്റ് ലൈൻ ഡിഡക്ഷൻ വരുന്നുണ്ട്, അതെന്താണെന്നും പറഞ്ഞുതരാം. ഔട്ടർ പ്ലാസ്റ്റ് ലൈൻ നിങ്ങൾ ഊഹിക്കുന്ന പോലെ പുറത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒരു ലൈൻ വരച്ചു കൊടുക്കുവാണ്. ഇതെന്താ ഇവിടെ മുറിച്ചു കൊടുക്കാത്തെ? ഇവിടെ ഞാൻ വോൾ കൊടുത്തിട്ടില്ല, പിന്നെ എന്താ മുറിച്ചു കൊടുക്കാത്തെ? അത് നമ്മൾ മുറിച്ചു കൊടുക്കുന്നതിന് പകരം ഡിഡക്ഷൻ എന്നൊരു ലൈൻ അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. കാര്യം മുറിച്ചു കൊടുത്താലേ ചില ക്വാണ്ടിറ്റീസ് ഒന്നും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് മുറിച്ചു കൊടുക്കുന്നതിന് പകരം മൊത്തത്തിൽ അങ്ങ് പുറത്ത് പിടിച്ചിട്ട്
എന്തൊക്കെ കുറയ്ക്കണോ അതിനെ വേറൊരു ലെയറിൽ കൊടുത്തേക്കുക. ഔട്ടർ പ്ലാസ്റ്റർ ഡിഡക്ഷൻ. ആ ലെയറിൽ ഒരു ലൈൻ അവിടെ വരച്ചു വെക്കും. കണ്ടോ, ഇതാണ് ഔട്ടർ പ്ലാസ്റ്റർ ഡിഡക്ഷൻ. ഞാനിപ്പോ അടിയിലുള്ള ലെയർ എടുക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് വരുന്നില്ലേ, ഇതിനെയാണ് സെലക്ഷൻ സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോക്കാഡിന്റെ താഴെ ഒരു 3 ലൈൻ വരച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് വരും. ഇതിന്റെ അകത്ത് സെലക്ഷൻ സൈക്ലിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ബോക്സ് ഉള്ള ഒരു സാധനം വരും. അത് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ഷൻ സൈക്ലിംഗ് ഓൺ ആവും. അല്ലെങ്കിൽ പച്ച കളറിലാണെങ്കിൽ അത് ഓഫ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് അടിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനും അത് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനും. ഇതൊന്നും വേണ്ട, നൺ കൊടുക്കണമെങ്കിൽ നണ്ണും കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് വെച്ചാല് ഇന്നർ പ്ലാസ്റ്റർ ലൈൻ. ഇതിന് ഡിഡക്ഷൻ ഒന്നും ബാധകമല്ല കേട്ടോ. നിങ്ങൾ എവിടെ വരയ്ക്കുന്നു അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈൻസ്. ഇത് ഞാൻ സെലക്ട് സിമിലർ കാണിച്ചു തരാം. ഇനി ഇത് ഓരോ ലൈൻസും വ്യത്യാസമായിട്ടാണ് വരച്ചേക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ടല്ല വരച്ചേക്കുന്നത്. ഒരു ഡോർ വരുന്നുണ്ടെങ്കിൽ ആ ഡോറിന്റെ അവിടെ ഇത് ക്ലോസ് ചെയ്യും. അതായത് റൂമിന്റെ അകത്ത് നിന്ന് നിങ്ങൾ ചുറ്റും നോക്കുമ്പോഴത്തേക്കും എന്തോരം വോളാണ് കാണുന്നത്, അതാണ് ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഡോർ തുറക്കും. സോ ആ ലൈൻ അവിടെ ബ്രേക്ക് ആയി. ആ ലൈൻ ഇനി അടുത്ത റൂമിലേക്ക് കണ്ടിന്യൂ ആവത്തില്ല. അതേസമയം ഈ കിച്ചന്റെ പോർഷനിൽ നിങ്ങൾക്ക് അവിടെ ഒരു വോൾ ഇല്ല, അതായത് ഡോർ അല്ല, അവിടെ ഒരു ഫുൾ വോളാണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ കണ്ടോ ഇങ്ങനെ ചുറ്റുപാടും വരയ്ക്കുള്ളൂ, ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കളയത്തില്ല. ഇതിനകത്ത് കണ്ടോ ഈ ഒരു ചെറിയ ടേബിൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പെട്ടെന്ന് കാണാൻ വേണ്ടിയാ. ഇത് പോളിലൈൻ ആണ്. ഇതിന്റെ കളർ, ലെയർ നെയിം, ഗ്ലോബൽ വിഡ്ത്ത്. ഈ ഗ്ലോബൽ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇതിന്റെ തിക്നെസ് മാറ്റാനാണ്. നിങ്ങൾക്ക് വ്യൂ ചെയ്യുന്ന തിക്നെസ്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് എനിക്ക് കാണണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്വിക്ക് പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് പ്രോപ്പർട്ടീസ് വിൻഡോ എപ്പോഴും തുറക്കണ്ട, ജനറൽ ആയിട്ടുള്ള ചെറിയ പ്രോപ്പർട്ടീസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ അത്. അപ്പൊ ഇന്നർ പ്ലാസ്റ്ററിങ്, ഔട്ടർ പ്ലാസ്റ്ററിങ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ലെയർ. ഇനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ലെയർ നിങ്ങൾക്ക് എസ്റ്റിമാക്സിന് ആവശ്യമുള്ള ലെയേഴ്സ് അല്ല. ചിലപ്പോൾ ഓട്ടോക്കാഡ് ഒരു ഫയലായിരിക്കും ക്ലയന്റ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് വരയ്ക്കാൻ നിൽക്കണ്ട. അതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ ലെയേഴ്സും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാവും. അപ്പൊ ഇതെന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പോയിട്ട് നമ്മുടെ എസ്റ്റിമാക്സിന് സ്കാൻ ഇന്ററപ്റ്റ് ചെയ്യാൻ നോക്കും. സ്കാനിന്റെ റിസൾട്ട്സ് ഒക്കെ തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ, പ്രശ്നക്കാരായ ആൾക്കാരെ ഒരു ലെയറിൽ പിടിച്ച് അങ്ങ് ഇട്ട് വെക്കും. എന്നിട്ട് ഉപയോഗിക്കാൻ നേരത്തെ ഓഫ് ചെയ്ത് കളയും. അതിനാണ് ഞാൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ലെയർ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതിന്റെ റഫ് ലെയർന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. അതിന് ഇന്ന പേര് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഡിഫ് പോയിന്റ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരുന്ന ലെയർ ആണ്, അതിനൊന്നും ചെയ്യാനില്ല. പിന്നെ അതിലൊന്നും വരയ്ക്കാതിരിക്കാൻ നോക്കുക. കാരണം ഇത് പ്രിന്റബിൾ ലെയർ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഓഫ് ചെയ്തിട്ട് വെക്കുക, ഓൺ ചെയ്ത് വെക്കുക. ഞാൻ അതിലൊന്നും വരയ്ക്കാറില്ല പൊതുവെ. പിന്നെ വരുന്നത് കോമ്പൗണ്ട് വാളിന്റെ ലെയർ ആണ്. അതായത് ചിലപ്പോൾ പ്രോപ്പർട്ടിക്ക് ഒരു കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ടാവും, അതിന്റെ ക്വാണ്ടിറ്റി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലൈൻ വെച്ചിട്ട് ഒരു കോമ്പൗണ്ട് വാൾ വരയ്ക്കുക. എന്നിട്ട് അത് എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴത്തേക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാളിലെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാനുള്ള അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി ഞാൻ ടെംപ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വിട്ടുപോയൊരു ലെയർ പ്ലിന്ത് ലെയർ ആണ്. ഇത് മെയിൻ ആയിട്ട് പ്ലിന്തിൽ ഫ്ലോറിംഗ് എന്തോരം കൊടുക്കണം എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ലെയർ ആണ് കേട്ടോ. അത് നമ്മൾ ആക്ച്വലി വരയ്ക്കുന്നത് രണ്ടിടത്ത് വരച്ചിടും. ഒന്ന് നമ്മളുടെ പ്ലിന്ത് ബീമിന്റെ ചുറ്റും. സത്യം പറഞ്ഞാൽ പ്ലിന്ത് ബീമിന്റെ ഔട്ട്സൈഡ് ബൗണ്ടറി മാർക്ക് ചെയ്യുന്ന ലെയർ ആണ്. ഔട്ടർ പ്ലാസ്റ്ററിങ്ങിന് പകരം പ്ലിന്ത് ബീമിന് കൊടുക്കുന്ന ഒരു ലെയർ. പക്ഷെ അതിന്റെ പ്ലാസ്റ്ററിങ്ങിന് ഡിനോട്ട് ചെയ്യാനല്ല, ആക്ച്വലി അതിൻ്റെ അകത്ത് എത്ര ഫ്ലോറിംഗ് വരും അല്ലെങ്കിൽ എത്ര ഏരിയയിൽ നിങ്ങൾ PCC ചെയ്യുമെന്ന് കറക്റ്റ് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ലെയർ ഒരിടത്തല്ല രണ്ടിടത്ത് വരയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള ലെയർസ് ഒരിടത്തേ വരയ്ക്കുന്നുള്ളെങ്കിൽ ഇത് രണ്ടിടത്ത് വരയ്ക്കും. വേറെ ഒന്നുമല്ല, ഒന്ന് നമുക്ക് ഇത് രണ്ട് ടൈമിൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് ഇവിടെ അവിടെ ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടിടത്ത് വരയ്ക്കുന്നത്. ഒരിടത്ത് വരച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതായത് ഇവിടെ സ്റ്റെപ്പ് കഴിഞ്ഞുള്ള പോർഷൻ, സ്റ്റെപ്പിൽ നമ്മൾ ഒരിക്കലും PCC ചെയ്യേണ്ട ആവശ്യമില്ല. അത് കട്ട കെട്ടോ അല്ലെങ്കിൽ RCC കാസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണ് യൂഷ്വലി ചെയ്യാറ്. സോ അത് പ്ലിന്ത് ലെവലിൽ നിന്നും താഴെയാണ്. അങ്ങനെയുള്ള ഏരിയാസ് ഒഴിവാക്കുക. ഇപ്പൊ ഡക്റ്റിലൊക്കെ നിങ്ങൾക്ക് പ്ലിന്ത് ലെവലിന് താഴെയാണ് നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് എഴുതിക്കൊള്ളണം.
അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോൾ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു സൂത്രപ്പണിയുണ്ട്. അതായത് എനിക്കിപ്പോ ഇവിടെ ഉള്ള ഏരിയ ലൈറ്റ് വെൽ ആണ്, അതെനിക്ക് ആവശ്യമില്ല, ആ പോർഷന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്നാണെങ്കിൽ ബ്രേക്ക് എന്നൊരു കമാൻഡ് ഉണ്ട് ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് ഇത് പയ്യെ അങ്ങ് വിടിയിക്കുക. ഓൾറെഡി വരച്ചു പോയ ലൈനിന്റെ കാര്യം പറയുന്നത്. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് വരയ്ക്കുന്ന ലൈൻ ഇനി ആവശ്യമൊന്നുമില്ല, നേരെ അങ്ങ് വരയ്ക്കുമ്പോൾ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ഇത് ടെറസിനും ആപ്ലിക്കബിൾ ആണ് കേട്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യണത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയോ? ഇങ്ങനെ ഒഴിവാക്കി വരച്ചാൽ മതി. ഈ ബീമിന്റെ പോർഷനിൽ നിങ്ങൾക്ക് എന്തായാലും ക്വാണ്ടിറ്റി എടുക്കാനില്ല, അപ്പൊ അത് പ്രശ്നമില്ല. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു പോൾ ലൈൻ ക്ലോസ് ചെയ്യുന്ന കാര്യം, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ക്ലോസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയിക്കോളും. ഇങ്ങനെ വരച്ചു വെച്ചാൽ ഈ ഒരു പോർഷനിൽ അവിടെ ഫ്ലോറിംഗ് വരില്ല, അല്ലെങ്കിൽ ഫ്ലോറിന്റെ കാൽക്കുലേഷൻ എടുക്കത്തില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെയിം സാധനം ഇവിടെ കൊണ്ടുവന്നൊരു കോപ്പി വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തേക്കാം, അങ്ങനെ തന്നെയാണോ പാറ്റേൺ വരുന്നത് എന്നുള്ളത്. ഇത്രയാണ് ലെയേഴ്സ് വരുന്നത്. ആദ്യം കേൾക്കുമ്പോൾ തോന്നും അയ്യോ ഇത്രയും ലെയേഴ്സ് വരയ്ക്കണ്ടേ എന്ന് തോന്നും. പക്ഷെ ആ ഓരോ ലെയേഴ്സിനും അതിൻ്റെ ആവശ്യമുണ്ട്, ഉപകാരമുണ്ട്. അത് മനസ്സിലാക്കുക. ഇത് കാണാതെ പിടിക്കാൻ ആരും പറയുന്നില്ല. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് തന്നേക്കും, ഈ ലിസ്റ്റ് നോക്കിയിട്ട് അങ്ങ് വരച്ചു വെച്ചാൽ മതി. അത് പോരാണ്ട് ഒരു സാമ്പിൾ ഡ്രാഫ്റ്റിംഗ് വരും, ഈ ലെയേഴ്സ് എല്ലാം ഉള്ള ഒരു ഡ്രാഫ്റ്റിംഗ് ലെയർ തരും, ഡ്രോയിങ് തരും. ആ ഡ്രോയിങ്ങിന്റെ അകത്ത് വരച്ചാൽ മതി. സോ ആ ലെയേഴ്സ് എല്ലാം ഓൾറെഡി എനിക്ക് ഡിഫൈൻഡ് ആണ്. ജസ്റ്റ് അതിനകത്ത് വരച്ചാൽ മാത്രം മതി നിങ്ങൾക്ക്. ഈ ലാസ്റ്റ് വരുന്ന ആള് സീറോ ലെയർ. സീറോ ലെയർ നമ്മൾ വെറുതെ വിട്ടിട്ടില്ല, അവിടെയും കുറച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. എന്താ വരച്ചു വെച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാം. സ്ലാബ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്ലാബിനെ പിക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു പോൾ ലൈൻ വരച്ചിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എടുക്കാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീറോ ലെയർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് വരച്ചത്. അതായത് ഔട്ടർ സ്ലാബ്, സ്ലാബിന്റെ ഔട്ടർ ബൗണ്ടറി വരയ്ക്കും, അതുപോലെ ഓപ്പണിങ്സ് ഉള്ള, അതായത് സ്ലാബ് ഇല്ലാത്ത സ്ഥലങ്ങളും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിടും. അതപ്പോ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ക്വാണ്ടിറ്റി എടുപ്പം റിഡ്യൂസ് ചെയ്ത് കളയാം. സ്കാൻ ചെയ്യുന്നതിന് ഇടയ്ക്ക് പിന്നെ വരയ്ക്കാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ മുൻകൂട്ടി വരച്ചിട്ടൊന്നേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് വരയ്ക്കുന്ന സൗകര്യം തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്തേക്കുക. അപ്പൊ ഇത് ടെറസിൽ നമ്മൾ വരയ്ക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ ലെയേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എസ്റ്റിമേഷനിലേക്ക് പോവാം. ഇത്രയും ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എസ്റ്റിമേഷന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് വരച്ചുകൊണ്ടിരിക്കണം. എസ്റ്റിമേഷൻ ഒന്നേന്ന് ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം പക്ക ഡ്രാഫ്റ്റിംഗ് ആക്കി വെക്കുക. അതിനുശേഷം എസ്റ്റിമാക്സ് തുറക്കുക. അത് തുറന്നാൽ അതിനൊരു നമുക്ക് ഒരു പർട്ടിക്കുലർ ഫ്ലോയിൽ പോകണം. ആ ഒരു ഓർഡർ തെറ്റിച്ചാൽ നിങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കുന്നെങ്കിൽ എവിടെയെങ്കിലൊക്കെ വാല്യൂസ് തെറ്റും. പിന്നെ ഒന്നേന്ന് നിങ്ങൾ പോയി എസ്റ്റിമേറ്റ് എടുക്കാൻ നടക്കേണ്ടി വരും. അത് ഇത്തിരി സമയം പോകുന്ന പരിപാടിയാണ്. പിന്നെ ആദ്യത്തെ ട്രയലിൽ തന്നെ എസ്റ്റിമാക്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല, ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടുക. പിന്നെ അത്യാവശ്യം നിങ്ങൾ ഒരു ടെക്കി ആണെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് സോഫ്റ്റ്വെയർസ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ ഞാനിത് ഒരു മാസം ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ് ഇത് മാസ്റ്റർ ചെയ്തത്. എനിക്ക് ആദ്യം എസ്റ്റിമാക്സ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ കുറേ ഒഴിവാക്കാൻ നോക്കിയിട്ടുള്ള ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ വർക്ക് എസ്റ്റിമേഷൻ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് മാസ്റ്റർ ചെയ്തു എന്ന് അറിയാൻ, നമുക്കിത് ചെയ്താൽ എന്താ, നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന രീതിയിലൊരു ചലഞ്ച് പോലെ എടുത്ത് ചെയ്ത് പഠിച്ചതാണ്. അതിന് നിസാരെല്ലാം നന്നായി പാടുപെട്ടു. ഒരു മാസം ഫുള്ളിരുന്ന് എസ്റ്റിമേഷൻ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. കുറേ ഡ്രാഫ്റ്റിംഗ് ചെയ്തു. ഒരു മാസം ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ഫയൽ വെച്ചെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 30 ഫയൽ വെച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആ പെർഫെക്ഷനിലേക്ക് എത്തിയത്. അതായത് എങ്ങനെ വരച്ചാൽ നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോ അസൈൻമെന്റ് ചെയ്യാൻ ഇത്രയും പാടുപെടണമെന്ന്? അത്രയും പാടുപെടണ്ട.
നിങ്ങൾക്ക് പറ്റുന്ന അക്യുറസിയിൽ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ചെയ്താൽ മതി. ആദ്യം ചെയ്യുമ്പോൾ എന്തായാലും ചിലപ്പോൾ തെറ്റുകളൊക്കെ വരും, രണ്ടാമത് ചെയ്യേണ്ടി വരും. അത് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. ഇത് പഠിച്ചാൽ ഗുണമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതുപോലത്തെ എസ്റ്റിമേഷൻ സോഫ്റ്റ്വെയർസ് ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ആക്യുറസി അത്രയും കൂടുതലാണ്, നിങ്ങൾക്ക് സ്പീഡ് അത്രയും സ്പീഡിൽ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയർ ആണ്, അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്, ആ രീതിയിൽ ചെയ്താലേ പറ്റുള്ളൂ. ഈ ടാപ്സ് നിങ്ങൾ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ചെയ്യാണ്ട് പോയോ? ഇല്ല. ഈ ടാപ്സ് ചെയ്താലാണ് നമുക്ക് എളുപ്പം സ്ട്രക്ചറിന് ഡിസൈൻ ചെയ്ത് തീർക്കാൻ പറ്റുക. ഇല്ല മാനുവലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചകളോളം വേണം ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ. സെയിം വേ എസ്റ്റിമാക്സ് എസ്റ്റിമേഷൻ ചെയ്യാനാണ്, എസ്റ്റിമേഷന്റെ ടൈം കുറയ്ക്കാനാണ്. കുറച്ച് കാര്യങ്ങൾ അതിനു വേണ്ടി വരയ്ക്കേണ്ടി വരും, ശീലിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി. ഈ ഡ്രോയിങ് ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് തന്നേക്കാം, അതുപോലെ തന്നെ ഏതൊക്കെ യൂട്ടിലിറ്റീസ് ആണ് വരയ്ക്കേണ്ടതെന്നുള്ളതും തന്നേക്കാം. ഇതിനകത്ത് അത്യാവശ്യം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എന്തെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് വെച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്ത് തരാം. ഓക്കെ, ഒന്നേന്ന് വെച്ച് ഞാൻ ഡ്രാഫ്റ്റിംഗ് മൊത്തം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ പരീക്ഷ നോക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് എസ്റ്റിമാക്സ് സ്റ്റാർട്ട് ചെയ്യാം. നാളെ വേണമെങ്കിൽ നാളെ ക്ലാസ് വെക്കാം, ഇല്ലെങ്കിൽ മൺഡേ ക്ലാസ് വെക്കാം. നല്ലത് മൺഡേ വെക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പ് കൊണ്ട് നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് ചെയ്ത് നോക്കുക. ഡ്രാഫ്റ്റിംഗിൽ ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇപ്പൊ ഇത്രയും നേരം കേട്ടതിൽ എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ ചോദിക്കാവേ.